What's up you all? What's up Chelsea fans, football fans? Welcome back boys to Chelsea Karan channel. ട്രാൻസ്ഫർ വിശേഷങ്ങൾ കുറച്ച് കോൺക്രീറ്റ് ആയിട്ട് വാർത്തകൾ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം 2-3 ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ മിനിഞ്ഞാന്നൊരു ലൈവ് വന്നായിരുന്നു അല്ലെ, മിനിഞ്ഞാന്നോ തിങ്കളാഴ്ചയാണ് ഞാൻ ഒരു ലൈവ് വന്നത്. ഏതൊരു ദിവസം ലൈവ് വന്നത്, അതല്ലാണ്ട് പിന്നെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. കാരണം വേറെ ഒന്നുമല്ല, കഥ സെയിം തന്നെ, ഒന്നുമില്ല. വീണ്ടും തിരിച്ചും മറിച്ചു അതേ സാധനം തന്നെ ഇട്ട് ഊതി പെരുപ്പിച്ച് വെറുപ്പിച്ച് മനുഷ്യനെ പ്രാന്താക്കാന്നല്ലാണ്ട് ആക്ച്വൽ കോൺക്രീറ്റ് വാർത്തകളൊക്കെ വളരെ റെയറാണ്. ആൻഡ് സത്യത്തിൽ ശരിക്കും പറഞ്ഞ ഒരു കോൺക്രീറ്റ് വാർത്ത ഇന്നലെ വന്നു. ഞാൻ ഇന്നലെ ചെയ്തില്ല, കാരണം ഇന്നലെ ചെയ്ത വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും ഇത്രയും ദിവസം വൈകിയ സ്ഥിതിക്ക് ഒരു വീഡിയോ ചെയ്യാം, കോൺക്രീറ്റ് ആയിട്ടുള്ള വാർത്തകൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അല്ലാണ്ട് മറ്റുള്ളവരെ പോലെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരേ സാധനം തന്നെ 10 തവണ വീണ്ടും ഇട്ട് താല്പര്യമില്ല. അപ്പൊ നമുക്ക് നേരെ കോൺക്രീറ്റ് വാർത്തയിൽ കിടക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ട്രാൻസ്ഫർ റൂമേഴ്സിലേക്ക് നമുക്ക് കിടക്കാം. ആൻഡ് കോൺക്രീറ്റ് ഈസ് റെനാറ്റോ വേഗ. അവന്റെ പേര് പഠിച്ചു വന്നപ്പോഴാണ് അവൻ മണ്ടാരം പഠിക്കാനായിട്ട് ട്രാൻസ്ഫർ പഠിച്ചു പോവുകയും ചെയ്തത്. റെനാറ്റോ വേഗ മൂവ്സ് ടു വിലറയാൽ. 25 മില്യൺ പൗണ്ട് ഇൻക്ലൂഡിങ് ആഡ് ഓൺസ് ആണ്. പോരാത്തതിന് അതിന് നമുക്ക് 40% സെൽ ഓൺ ക്ലോസ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സെൽ ഓൺ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവർ 50 മില്യൺ വിട്ട് കഴിഞ്ഞാൽ 20 മില്യൺ നമുക്കായില്ലേ? 40%, 50%ന്റെ 40% എന്ന് പറയുമ്പോൾ 50 മില്യന്റെ 40% എന്ന് പറയുമ്പോൾ 20 മില്യൺ ആയില്ലേ? അപ്പൊ ഞാൻ ഈ സെൽ ഓൺ ക്ലോസ് ശരിയല്ലല്ലോ. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു മാറ്റ്ലോ ആണോ ജേക്കബ്സ് ബെൻ ആണോ അവര് അതായത് ക്ലാരിഫൈ ചെയ്ത്, അതായത് അവര് വിൽക്കുന്ന എമൗണ്ടും അവർ വാങ്ങിച്ച എമൗണ്ടിന്റെയും ഡിഫറൻസ്, അതായത് അവർ വിൽക്കാൻ പോകുന്ന 35 മില്യൺ ആണ്, നമ്മളെ മേടിച്ച ആഡ് ഓൺസ് ഒക്കെ കൂടെ ചേർത്ത് 25 മില്യൺ. അപ്പൊ ബാക്കി കിട്ടുന്നത് 10 മില്യൺ. ആ 10 മില്യന്റെ 40% ആഡ് ഓൺസ് ആണ് നമുക്കുള്ളത്, വിച്ച് ഇസ് നോട്ട് ബാഡ്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ 10 മില്യണിന് കൂടുതൽ വിറ്റ് കഴിഞ്ഞാൽ 6 മില്യൺ അവർക്ക് ലാഭം, 4 മില്യൺ നമുക്ക്. 50 മില്യൺ അവർ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 25 മില്യന്റെ 40% നമുക്ക്, ബാക്കിയുള്ളത് 60% അവർക്ക് വില്ലറയാലിന്. അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് ഒരു ഡീൽ. ആൻഡ് ദിസ് ഡീൽ ഇസ് നത്തിങ് ഷോർട്ട് ഓഫ് ഫാന്റാസ്റ്റിക്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ടീമിൽ മര്യാദക്ക് കളിച്ചിട്ട് പോലും ഇല്ലാത്തൊരു പ്ലെയറിനെ ഓൾമോസ്റ്റ് ക്ലോസ് ടു 100% പ്രോഫിറ്റ്, അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ 80% പ്രോഫിറ്റിന് ഇൻക്ലൂഡിങ് ആഡ് ഓൺസ് ആണെങ്കിൽ 100% പ്രോഫിറ്റിന് വിറ്റ് സ്പോർട്ടിംഗ് ഡയറക്ടർ സംബന്ധിച്ചു. വി ആർ നൗ ബിക്കമിങ് ഹാർഡ് സെല്ലേഴ്സ്. നമ്മൾ പറയുകയാണ് നമ്മൾ ഇതേ വിലയ്ക്ക് വിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചിരിക്കണം, വാശി പിടിച്ചിരിക്കണം. ആൻഡ് ദാറ്റ്സ് ഗുഡ് ബിസിനസ്. അതേപോലെ തന്നെ വളരെ സർപ്രൈസിംഗ് ആയിട്ട് എങ്ങുമില്ലാണ്ട് നമ്മുടെ സ്ട്രാസ്ബോർഗ് ജൂലിയോ എൻസിസോനെ, പഴയ ബ്രൈറ്റൺ പ്ലെയറിനെ നമ്മൾ മേടിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻസിസോൻ ഒരു പക്ഷെ ഒരു അടിപൊളി ഒരു കരിയർ ബ്രൈറ്റണിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കാര്യമായ രീതിയിൽ തന്റെ കരിയർ ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ചെക്കൻ കളിക്കുന്ന ഇപ്സ്വിച്ച് ടൗണിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അവനെ എടുത്ത് പൊക്കി, നമ്മൾ പറഞ്ഞു ഇങ്ങോട്ട് പോരെ, നമ്മുടെ സ്ട്രാസ്ബോർഗിലേക്ക് പോരെ. ആൻഡ് സ്ട്രാസ്ബോർഗിലേക്ക് വേണ്ടി പുള്ളിക്കാരൻ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു സ്കിൽ സെറ്റ് ഉള്ള പ്ലെയർ ആയാൽ മേ ബി ചെൽസി അവനെ ഭാവിയിലേക്ക് കൺസിഡർ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു യങ്സ്റ്ററിനെ നമ്മൾ മേടിച്ചു, അവനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രാസ്ബോർഗിലേക്ക് വിട്ടു. എന്നിട്ട് പറയാണ് ഇഫ് യു ഡു വെൽ ദെൻ പ്രോബബ്ലി ഈ പറയുന്ന പോലെ ചെൽസി ഫസ്റ്റ് ടീമിലേക്ക് കയറാം. അല്ലാണ്ട് ഗ്യാരണ്ടി ഒന്നും പറഞ്ഞിട്ടല്ല നമ്മൾ മേടിച്ചിരിക്കുന്നത്. ആൻഡ് ഒരു 12 മില്യൺ ഡീലിന് വേണ്ടിയിട്ട് ഇവനൊക്കെ ഒരു ബ്രൈറ്റൺ 2 കൊല്ലം മുമ്പൊക്കെ വിറ്റിരുന്നെങ്കിൽ 50-60 മില്യൺ ഒക്കെ വിറ്റേനെ. ടാലന്റ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, അവനെ തീർച്ചയായിട്ടും അവനെ ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും അവനുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പർച്ചേസ് നമ്മൾ ചെൽസി അല്ല ഡയറക്ട്ലി ചെയ്തിരിക്കുന്നത്, ബ്ലൂ ആൻഡ് കോ നമ്മുടെ സ്ട്രാസ്ബോർഗിലേക്കാണ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ഫെയർ ഡീൽ ഫോർ ദം. അപ്പൊ നമുക്ക് നോക്കാം ഭാവിയിലേക്ക് ഇവൻ ചെൽസിയിലേക്ക് ഉള്ള ഒരു പ്ലെയറായി മാറുമോ എന്നുള്ളതൊക്കെ നമുക്ക് അപ്പം നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ആണ് വിറ്റോളും, നല്ല വിലയ്ക്ക് വിൽക്കാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇത് രണ്ടുമാണ് സത്യം പറഞ്ഞാൽ കോൺക്രീറ്റ് വാർത്ത എന്ന് പറയാനുള്ളത്. ദാറ്റ് യെസ്, ദിസ് ഡീൽ ഇസ് ഗെറ്റിംഗ് ഡൺ. അറ്റ്ലീസ്റ്റ് എല്ലാ മൾട്ടിപ്പിൾ സോഴ്സസും നമുക്ക് തരുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇത് രണ്ടുമായിട്ടാണ് ഉള്ളത്. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ശങ്കരൻ തെങ്ങേ തന്നെ. ക്രിസ്റ്റഫർ എൻകൂക്കുവിനെ ഡേവിഡ് ഓൺസ്റ്റീൻ പറഞ്ഞ വാർത്തയാണ്. അതായത് നമ്മുടെ ഇവൻ RB ലൈപ്സിഗ് പെർമനന്റ് ഡീലിന് വേണ്ടി നോക്കുന്നു എന്നുള്ളത്. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അത് പെർമനന്റ് ഡീൽ അല്ല, അത് ലോണിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് പല സോഴ്സുകളും പറയുന്നത്. ബയൺ മ്യൂണിക്ക് ലോണിന് മാത്രമേ ഉള്ളതുകൊണ്ട് ബയൺ പോയി. കാരണം ബയൺ മ്യൂണിക്ക് ലോൺ അല്ലാണ്ട് വേറൊരു ഡീലിന് വേണ്ടി ഇപ്പൊ തൽക്കാലത്തേക്ക് തയ്യാറല്ല. അതുകൊണ്ട് ബയൺ മ്യൂണിക്ക് എന്നാലും ഡീലിന് ഔട്ടായി. ചെൽസി വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു നിങ്ങൾക്ക് മേടിക്കണോ പെർമനന്റ് ഡീൽ, നിങ്ങൾക്ക് മേടിക്കണോ പെർമനന്റ് ഡീൽ, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ ഈ പ്ലെയറിനെ ഇവിടെ തന്നെ നമ്മൾ വെക്കുന്നുള്ള രീതിയിൽ. ആൻഡ് മറസ്ക അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ജാക്സനും എൻകൂക്കും രണ്ടുപേരെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്. അവർ വെസ്റ്റ് ഹാമിനെതിരെ കളിക്കുമ്പോഴത്തേക്കും അവരെ കൂട്ടുന്നില്ല എന്നല്ല, അവരുണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ ട്രെയിനിങ് സെപ്പറേറ്റ്ലി. എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഇൻ ദ വിൻഡോ. അവര് വിൻഡോ കഴിഞ്ഞ് പോയില്ല എന്നുണ്ടെങ്കിൽ വി വിൽ ഇന്റഗ്രേറ്റ്. അതേപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് എൻകുങ്കുവിന്റെ ഡീലിംഗും ആയിട്ടില്ല, ഒരു കോൺക്രീറ്റ് വാർത്തകളില്ല. കുറെ റൂമേഴ്സ് നടക്കുന്നു, ഷാവി സിമൻസും റൂമേഴ്സ് നടക്കുന്നു. ഈ ഷാവി സിമൻസിന്റെ കേസ് നമ്മൾ തോന്നുന്നു എൻകുങ്കുവിനെ കൊടുത്തിട്ട് ആ സ്പോട്ടിലേക്ക്, നമ്മുടെ കോൺഫറൻസ് ലീഗിലേക്ക്, നമ്മുടെ ചാമ്പ്യൻസ് ലീഗിലേക്ക് സ്പോട്ടിലേക്ക് വേണ്ടി ആഡ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഷാവി സിമൻസിനെ മേടിക്കാൻ പ്രശ്നം ഉണ്ടായിട്ടില്ല.
പക്ഷെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് അവൻ ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ എൻകൂങ്കു മോസ്റ്റ് പ്രോബബ്ലി മൈറ്റ് ബി സോൾഡ് എന്നുള്ളതാണ്. ആൻഡ് ചെൽസി ഭയങ്കര ഹാർഡ് ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മേടിക്കണോ പെർമനന്റ് ഡീൽ. സ്പേഴ്സിന് സ്പേഴ്സ് അവര് എസേനെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി, അത് ആർസണലിലേക്ക് പോയി. സോ ഏതെങ്കിലും ഒരു ക്ലബ് അവസാനം വരും. ദർ ആർ ക്ലബ്സ് ഹു വിൽ ബി ഇൻട്രസ്റ്റഡ്. ഇപ്പൊ ഇനി ഇസാക്കിന്റെ ഡീൽ ലിവർപൂൾ നടന്നില്ലെങ്കിൽ മേ ബി ദേ വിൽ കം, സംബഡി വിൽ ഡു സം സോർട്ട് ഓഫ് ഡെസ്പറേറ്റ് പർച്ചേസ്. അതേപോലെ തന്നെ നിക്കലസ് ജാക്സൺ, ആസ്റ്റൻ വില്ല എന്ന് പറഞ്ഞ ട്രാൻസ്ഫർ റൂമറുകൾ കുറെ വന്നു, കാര്യമായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല. നമ്മൾ ഭയങ്കര ഹാർഡ് ബോളിംഗ് ആണ്. 10 മില്യൺ ലോൺ പ്ലസ് ബൈ പർച്ചേസ് ഒക്കെ നമ്മൾ 80 മില്യൺ ഒക്കെ വെച്ചല്ലേ നമ്മൾ ഇവനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. കബിൾ എത്രത്തോളം അത് മേടിക്കും എന്നുള്ളത് കണ്ടറിയാം. ആരാണ് ഇതിനകത്ത് കാശ് തരാൻ പോകുന്നത്? ന്യൂ കാസിൽ ആയിരുന്നോ അതോ വേറെ ഏതെങ്കിലും കബിൾ? കാരണം ന്യൂ കാസിൽ വിസയ്ക്ക് വേണ്ടി പോയി. വിസ ബ്രെൻഫോർഡ് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഈ വിലയ്ക്കൊന്നും ഞങ്ങൾക്ക് തരാൻ താല്പര്യമില്ല, തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിന് തന്നാലേ വിസേനെ നമ്മൾ വിടുള്ളൂ എന്ന് അവിടെ. അപ്പൊ വിസ അവിടെ അടി ബ്രെൻഫോർഡ് ആയിട്ട്, ഇസാക്ക് ന്യൂ കാസിലായിട്ട് അടി. കാരണം ഫുൾ അടിയും ബഹളവും ചവിട്ടും കുത്തുമാണ്. ഇവിടെ നമ്മുടെ നിക്കലസ് ജാക്സണും എൻകൂങ്കും വളരെ ഡീസെന്റ് ആയിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഇവിടെ നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻകൂങ്കിന്റെ ഡീലൊന്നും ആയിട്ടില്ല, നിക്കലസ് ജാക്സന്റെ ഡീലൊന്നും ആയിട്ടില്ല. അതിനിടയ്ക്ക് ആക്സൽ ഡിസാസിനെ ബോൺമത്ത് അന്വേഷിച്ച് വരുന്നു എന്ന് പറയണു. നമ്മൾ 30 മില്യൺ യൂറോസ് ആണ് ആക്സൽ ഡിസാസിക്ക് വേണ്ടി നമ്മുടെ കണക്കിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ബോൺമത്തൊക്കെ അത്ര, കാരണം ബോൺമത്തിന് എന്തായാലും ഡിഫൻഡേഴ്സ് വേണം. അവരുള്ള ഡിഫൻഡേഴ്സിനെ ഒക്കെ എടുത്ത് വിറ്റ് തൂക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഡിഫൻഡേഴ്സിന് ആവശ്യമുണ്ട്. ആൻഡ് ആക്സൽ ഡിസാസ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് എ ബൈ. പ്രത്യേകിച്ച് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ ഒക്കെ കളിക്കാൻ നേരത്ത് ഹി ഈസ് റിയലി ഗുഡ്. ഒരു സെന്റർ ബാക്ക് പ്രൊഫൈലിലേക്ക് ഇട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ലൈക്ക് ഇറ്റ്. ആക്സൽ ഡിസാസിന്റെ റൂമേഴ്സ് വരുന്നു, സ്റ്റേർലിംഗിന്റെ റൂമേഴ്സ് വരുന്നു. കുറെയൊക്കെ എനിക്ക് തോന്നുന്നു ക്ലബിന്റെ ഏജന്റുകൾ, ക്ലബ്ബ് കാശ് വിട്ടിട്ടാണ് ഇടണമെന്ന് തോന്നുന്നത്. നിങ്ങൾ ആരെങ്കിലും റൂമർ ഉണ്ടാക്കുക, ആരെങ്കിലും മേടിച്ച് വരട്ടെ എന്നുള്ളത്. പിന്നെ അവസാനം വീണ്ടും ചർച്ച വരുന്നു, കാർനെ ചുക്വമെക്ക ടു ബൊറൂസിയ ഡോർട്ട്മണ്ട് ആൻഡ് ഫൈനലി ആൻസൽമീനിയോ ഓൺ ലോൺ ആൻഡ് കാർനെ ചുക്വമെക്ക വിത്ത് എ പെർമനന്റ് ഡീൽ. ആൻഡ് ഫെബ്രിസിയോ റൊമാനോ ട്വീറ്റ് ചെയ്തൊരു കാര്യമാണ്, കാർനെ ചുക്വമെക്ക് ഇപ്രാവശ്യം ബൊറൂസിയ വന്നിരിക്കുന്നത് പെർമനന്റ് ഡീലിന് വേണ്ടിയിട്ടാണ്. നൗ പെർമനന്റ് ഡീൽ ആകുമ്പോൾ ചെൽസി ചോദിക്കുന്ന വില ബൊറൂസിയ ഡോർട്ട്മണ്ട് തരണം എന്നില്ല. പക്ഷെ ചെൽസി നല്ല കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ നല്ല വില തരികയാണെന്നുണ്ടെങ്കിൽ കാർനെ ചുക്വമെക്കനെ നിങ്ങൾക്ക് ഞാൻ തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ എന്നുള്ളത്. ആൻഡ് ദാറ്റ് ഡീൽ ലുക്സ് ലോട്ട് പ്രോഗ്രസ്ഡ്. കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ കാർനെ ചുക്വമെക്കയുടെയാണ്. ബാക്കി ഷാവി സിമൻസ്, എൻകൂങ്കു, ജാക്സൺ, ഡിസാസി, ബെൻ ചിൽവെൽ, സ്റ്റേർലിംഗ് ഒക്കെ വീണ്ടും നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന, ഗർണാച്ചോ കേട്ടോണ്ടിരുന്ന വാർത്തകൾ തന്നെ വീണ്ടും കേട്ടോണ്ടിരിക്കുന്നു. ഗർണാച്ചോ ഇപ്പോൾ വരും, നാളെ വരും, മറ്റന്നാൾ വരും, അത് വരും, സെയിം വാർത്ത തന്നെ. എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? നത്തിങ്. എന്തെങ്കിലും പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടോ? നത്തിങ്. ക്ലോസർ, അത്രേ ഉള്ളൂ. ബട്ട് റിയാലിറ്റി യെസ്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ റെനാറ്റോ വേഗ ഇസ് ഡൺ, എൻസിൻസിയോ ടു നമ്മുടെ സ്ട്രാസ്ബോർഗ് ഇസ് ഡൺ. കാർനെ ചുക്വമെക്കയുടെ ഡിസ്കഷൻ ഇസ് പ്രോഗ്രസ്ഡ് വിത്ത് ബൊറൂസിയ ഡോർട്ട്മണ്ട് വിത്ത് അൻസൽമീനിയോ ഓൺ ലോൺ. അൻസൽമീനിയോ ലോൺ വേണമെന്നുണ്ടെങ്കിൽ ബൈ കാർനെ ചുക്വമെക്ക പെർമനന്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഹി റിമെയിൻസ് വിത്ത് അസ്. സോ ഒരു പക്ഷേ കുറച്ചും കൂടെ കോൺക്രീറ്റ് ഉള്ള വാർത്ത കാർനെ ചുക്വമെക്കയാണ്. ബാക്കി എല്ലാം ചങ്ങരം തെങ്ങ തന്നെ. വേറെ പ്രത്യേകിച്ച് ഒരു വാർത്തയില്ല. വീണ്ടും ഇട്ട ആ വാർത്തകൾ അങ്ങനെ അരിച്ച് കലച്ച് വീണ്ടും ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇപ്പൊ കുളമാക്കി ഇപ്പൊ ഒരുമാതിരി വൃത്തിയുടെ പരുവത്തിലാക്കിയിട്ടുണ്ട്. ട്രാൻസ്ഫർ വിൻഡോ സത്യം പറഞ്ഞാൽ വെറുപ്പിച്ചിരിക്കുകയാണ് ഈ ട്രാൻസ്ഫർ ന്യൂസുകളിൽ. ഒരേ കാര്യം തന്നെ 10 തവണ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫെബ്രിസിയോ റൊമാനോന് ആൾക്കാർ നല്ല കൈമണി കൊടുത്തിട്ടുണ്ട്. ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും ഇട്ട അർത്ഥത്തിലേക്കാണ്. പുള്ളിക്കാരൻ അതിന്റെ പേരിൽ കാശ് വരുന്നുണ്ട്. Anyway, do let me know guys നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea Karan.